ശ്രീ വിനയേന്ദ്രൻ, ഈ പിണറായിസത്തെയും അതുപോലെ സതീശനസത്തെയും ഒരുമിച്ച് എതിർക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യം അല്ലേ? മാത്രമല്ല, അൻവർ ഉയർത്തിയ ആ രാഷ്ട്രീയത്തെ നിലമ്പൂരിലെ ജനത പൂർണ്ണമായും സ്വാഗതം ചെയ്യും, ഉൾക്കൊള്ളും എന്ന് തന്നെ കരുതുന്നുണ്ടോ? അൻവർ ഇടതുമുന്നണി വിട്ടിറങ്ങിയ സമയത്ത് ശക്തനായിരുന്നു, പക്ഷേ ആ ഒരു ശക്തി ഇപ്പോൾ കാണുന്നില്ല. അൻവർ തന്നെ ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങിയാണ് എന്നൊരു പ്രതീതി ജനിപ്പിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുന്നില്ല, കാരണം മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല എന്ന് തുറന്നു പറഞ്ഞ അൻവർ ഇപ്പോഴിതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലമ്പൂരിലെ വോട്ടർമാർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ശ്രീ പി.വി. അൻവർ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ പോഷ്കാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നു വിയർപ്പിൻ്റെ മണം അത് ഇടതുപക്ഷത്തിന് ഇഷ്ടമല്ലാതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള തൊഴിലാളി വർഗ സ്നേഹം ഇവർക്ക് എത്രത്തോളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയുള്ള ചെറുപ്പക്കാരുടെ മേൽ അല്ലെങ്കിൽ ഹെൽമറ്റ് വേട്ട പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ചെറുപ്പക്കാരുടെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങ് പറയും പോലെ ആയുധം വെച്ച് ഒരിക്കലും കീഴടങ്ങുകയല്ല ചെയ്തത്. ഒരു പക്ഷേ UDF-നോടൊപ്പം നിന്ന് ഈ ഭരണവിരുദ്ധത മുതലാക്കാം എന്ന്, അല്ലെങ്കിൽ അപ്രകാരം നിന്നുകൊണ്ട് UDF-നോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിജയം കൊയ്യാമെന്ന് അദ്ദേഹം അവസാന നിമിഷം വരെയും ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ധാരണ തെറ്റാണോ എന്നെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം ശ്രമിച്ചു എന്ന് വേണം പറയാൻ. കാര്യം ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലമ്പൂരിൻ്റെ പൾസ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൂടെ സഞ്ചരിച്ചു, ആ തിരഞ്ഞെടുപ്പുകളിൽ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അതിലൂടെ ആ നിലമ്പൂരിൻ്റെ പൾസ് ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ആ ശ്രീ പി.വി. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പക്ഷമായി എതിർക്കുന്നില്ല എന്ന് വലിയൊരു ചോദ്യമുണ്ട്. പിന്നെ ശ്രീ ഇടതിൻ്റെ സഹയാത്രികൻ അഭിഭാഷകനായ അദ്ദേഹം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അതിനു മുമ്പ് പറഞ്ഞു ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണെന്ന്. അങ്ങേക്കറിയാമല്ലോ, മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതസൗഹാർദ്ദ എവിടെ പോയിരുന്നു? മതേതര നിലപാട് എവിടെയായിരുന്നു? പാലസ്തീൻ പ്രശ്നം അദ്ദേഹം എങ്ങനെയാണ് കണ്ടത്? ഇപ്പോൾ ഇടത് സഹയാത്രികൻ പരിതപിക്കുന്നുണ്ടല്ലോ, ഉത്തരേന്ത്യയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ആരുടെ നിലപാടാണ്, ആരോടൊപ്പമാണ് അദ്ദേഹം നിന്നത്? അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ പല കൊടികൾ നാട്ടി, ഇപ്പോൾ അതാണല്ലോ, പല കൊടികൾ നാട്ടി അവർ വിജയം കൊയ്യാനിരിക്കുന്നു. ഇപ്പോൾ പറയുന്നതാണ് മനുഷ്യരായിട്ടുള്ളവരെല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് ഒരു സെക്രട്ടേറിയറ്റ് പ്രതിനിധി പറയുന്നത്. വിത്തിൻ ബ്രാക്കറ്റ് ഉണ്ട്, അങ്ങ് കേട്ട് കാണുമല്ലോ. ആ ബ്രാക്കറ്റിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇവർ വർഗീയത എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നവരാണ് ആ ബ്രാക്കറ്റിനകത്തിട്ടിരിക്കുന്ന പാർട്ടികൾ. അദ്ദേഹത്തെ തിരുത്തിയോ ഇവരെ മനുഷ്യരായിട്ടുള്ളവർ വോട്ട് ചെയ്യണമെന്ന്? പിന്നെ ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് മൃഗങ്ങളാണോ? അപ്പോൾ ആ മനുഷ്യർക്കകത്ത് ബ്രാക്കറ്റ് ഉണ്ട്. ഈ കോലിബി സഖ്യം എന്നൊക്കെ അടച്ചാക്ഷേപിക്കുന്ന അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ വോട്ട് സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ നാളെ മുതൽ ഈ പാണക്കാട് തങ്ങൾ ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ പ്രചാരണത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതായാലും നിലമ്പൂരിൻ്റെ മനസ്സറിയുന്ന സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന തൃണമൂൽ എന്ന പദത്തിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്, അങ്ങേക്കറിയാമല്ലോ. ഇടത്തട്ടുകാരുടെ സാധാരണക്കാരുടെ പാർട്ടിയായിരുന്നു. 34 വർഷം
അവിടെ ഭരിച്ചിരുന്നവരെ ഒന്നുമല്ലാതാക്കി. 118 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച തുക പോലും ഇല്ലാതാക്കുവാൻ ആ പാർട്ടിയുടെ നേതാവിന് കഴിഞ്ഞുവെങ്കിൽ ഇവിടെ അദ്ദേഹം പറയുന്ന ഞാനൊരു പുൽച്ചാടിയോ ഒരു പുഴുവോ എത്രത്തോളം അണുപ്രായനാണോ ആ അണുപ്രായനായ അദ്ദേഹം ഇവിടെ നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ അനുവദിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, ജനങ്ങളാണ് ഇവിടെ എന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹവും മമതാ ബാനർജി വരുന്നുണ്ടോ പ്രചരണത്തിന്? തീർച്ചയായും എത്തുമെന്ന് തന്നെയാണ്. ഉള്ള വോട്ട് കൂടെ പോകും. 17-ാം തീയതി മമതാ ബാനർജി വരികയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ പോലും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ പെട്ടിയിൽ വീഴില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാലോ. അത് അങ്ങയുടെ ഒരു പ്രതീക്ഷയാണ്. ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുക, ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക, അങ്ങനെ ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി, ഒരു സ്വേച്ഛാധിപതി, അവർ ഇനി പി വി അൻവറിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ നിലമ്പൂരിൽ വന്നിറങ്ങിയാലുള്ള അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ല അത്തരത്തിൽ വരാത്താണ് നല്ലത്. അത്തരത്തിൽ ഒരു സമീപനമാണ് എങ്കിൽ സ്വേച്ഛാധിപതികളുടെ നാടാണ് എന്ന് പറയുമ്പോൾ കേരളത്തെ ഏത് രീതിയിലേക്കാണ് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരെയും ഈ ഇവിടുത്തെ സ്വേച്ഛാധിപതികളായിട്ടുള്ളവർ പറയുന്നത് എന്താണെന്നും അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അവരൊരു പ്രത്യേക ജനസിൽപ്പെടുന്ന ആളാണ് ശ്രീ. അല്ല ഇവിടെ അത് അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും അതിൻ്റെ പിന്നിലുണ്ട്. കോൺഗ്രസിൻ്റെ പിളർപ്പ് ചരിത്രം എത്രയോ പതിറ്റാണ്ടുകളായി മാധ്യമരംഗത്ത് നിൽക്കുന്ന അങ്ങേക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലോ. അത് കോൺഗ്രസ് അന്നുണ്ടാക്കിയെടുത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. അന്ന് അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ആളായിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് ആ യൂത്ത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന അതേ ഉള്ളുമായിരുന്നു. പക്ഷേ അവരെ ആ ബംഗാൾ അംഗീകരിച്ചു എന്നുള്ളിടത്ത് നമുക്ക് അവരെ മറക്കാതിരിക്കാൻ കഴിയില്ല. അതുപോട്ടെ, അത് പശ്ചിമ ബംഗാളിലെ കാര്യം അവിടെ നിന്നോട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പുൽച്ചാടി പോലെ അല്ലെ ഒരു അണുപ്രായനായ താൻ ജനങ്ങളോടൊപ്പം നിന്ന് തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ ശ്രീ പി വി അൻവർ നിർണായകമായി മാറും എന്നുള്ളതിന് സംശയമില്ല. കറിവേപ്പിലയല്ല എന്ന് പി വി അൻവർ തെളിയിക്കും. അല്ല, ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി ഇതൊന്നും പൂട്ടിക്കെട്ടി പോകുന്നില്ലല്ലോ. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി എല്ലാം പൂട്ടിക്കെട്ടി അദ്ദേഹം വീട്ടിലിരിക്കാൻ പോകുന്നില്ല. 23-ാം തീയതിക്ക് ശേഷം ഇവിടെയുള്ള ചെറിയ കക്ഷികളുമായും സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ ഇടപെട്ടുകൊണ്ട് ശക്തമായ ഒരു മുന്നണി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ അദ്ദേഹം വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.